മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ കൂട്ടാവധിയിൽ. പ്രതിഷേധത്തെ തുടർന്നാണ് കൂട്ടാവധി. വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തിയ സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുക. ഡാൻ, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ജീവനക്കാരുടെ ഈ കൂട്ട അവധിയെടുത്തുള്ള പ്രതിഷേധം? രഞ്ജിത്ത്, ഇങ്ങനൊരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് നമ്മളും കടകംപള്ളി വില്ലേജ് ഓഫീസിലെത്തിയത്. വില്ലേജ് ഓഫീസിന്റെ പ്രവേശന കവാടമാണിത്. ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. സാധാരണയായി അവിടെ എപ്പോഴും പ്രവൃത്തി ദിവസങ്ങളിൽ ആളുള്ളതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസിൽ ഇരിക്കുന്ന സ്ഥലമാണ്. മറ്റ് ഒരു കസേരകളിലും ഒരു ജീവനക്കാർ പോലും ഇന്നില്ല. എന്താണ് കാരണമെന്ന് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏക ജീവനക്കാരനും വ്യക്തമായ ഒരു വിവരമില്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തോട് ഇന്നലെ വൈകിട്ട് ഇന്ന് ഇവിടേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം നൽകിയത് മാത്രമാണ്. അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. എന്താണ് താങ്കളുടെ പേര്? ഏത് ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇവിടേക്ക് എത്താൻ എപ്പോഴാണ് നിർദ്ദേശം ലഭിച്ചത്? ഇന്നലെ രാത്രിയാണ്. ആരാണ് നിർദ്ദേശം നൽകിയത്? ഡെപ്യൂട്ടി തഹസിൽദാർ. എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നു? ഇവിടെ എന്താണ് സാഹചര്യം? മറ്റെന്തെങ്കിലും പ്രതിഷേധം ഇവിടെ ഉള്ളതായിട്ട് അറിയാമോ? അപ്പൊ ഇവിടുത്തെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് സ്റ്റാഫുകളൊന്നും ഇല്ലല്ലോ, പ്രവർത്തനം തടസ്സപ്പെട്ടതുപോലെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് സാഹചര്യം. അതായത് ഒരു കസേരകളിൽ പോലും ജീവനക്കാരില്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഈ ചേച്ചി ഒരു അപേക്ഷയുമായി ഇവിടേക്ക് വന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആരെ കാണാനാണ് വന്നത്? സ്റ്റാഫാണ്. ഓക്കെ. മറ്റുള്ളവർ എവിടെയാണ്? എന്തെങ്കിലും അറിയോ? ഒന്നും അറിഞ്ഞില്ല സാറേ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് പോയായിരുന്നു. പിന്നെ എന്താണ് പ്രശ്നം, ചെറിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നു വന്നപ്പോഴേ അറിയുന്നു. ആണോ? എന്ത് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞില്ല. അറിയത്തില്ല. എപ്പോ പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞേ? വൈകുന്നേരം ഒന്ന് പറയണം. ഇന്നലെ വൈകുന്നേരം. അതിനു മുമ്പേ ഞാൻ പോവുമായിരുന്നു അല്ലേ? ശരി. അപ്പോൾ അത്തരത്തിലാണ് സാഹചര്യം. മുഴുവൻ കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ ഫാനുകൾ മുഴുവൻ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ വില്ലേജ് ഓഫീസിൽ ജീവനക്കാരും ഇല്ലാത്ത ഒരു പശ്ചാത്തലമാണുള്ളത്. അതേ സമയത്ത് തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ ആളുകൾ പുറത്ത് ഈ ദിവസങ്ങളായി വില്ലേജ് ഓഫീസിനെ സമീപിച്ചിരുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇത് എപ്പോഴാണ് ഇങ്ങനെ ആളുകൾ എത്തുന്നില്ല? ഓഫീസിൽ സ്റ്റാഫ് ഇല്ല, നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? രാവിലെ 10 മണിക്കോട് കൂടിയിട്ട് ഇവിടെ ആളുകൾ വന്ന് പല ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന സമയത്താണ് വില്ലേജ് ഓഫീസിൽ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള നിലയിൽ ഇവിടെയുള്ള ആളുകൾ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നിവിടെ കൂട്ടത്തോടു കൂടി എല്ലാ ഉദ്യോഗസ്ഥരും അവധിയെടുത്ത് പോയിരിക്കുകയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ നിങ്ങളോട് പറഞ്ഞെന്താ? നിങ്ങൾ എന്താ ആവശ്യമായിട്ട് വന്നാ? ഞാൻ എൻ്റെ വീടിൻ്റെ കരമടയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഇന്ന് ഒരു പ്രതിഷേധമായിട്ട് സ്റ്റാഫുകൾ എല്ലാവരും ഒന്ന് പണിമുടക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് പറയാനുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വില്ലേജ് ഓഫീസറെ 1-2 ആൾക്കാർ ഇവിടെ തന്നെ CPM അവരുമായിട്ട് ചെറിയൊരു കശവിശയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധമാണെന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണോ പറഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ വില്ലേജ് ഓഫീസർക്ക് നേരെ ഉണ്ടായ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് ഇങ്ങനെ ഈ ജീവനക്കാർ മുഴുവൻ പണിമുടക്കുന്ന അല്ലെങ്കിൽ അവധി എടുത്തുകൊണ്ട് പ്രതിഷേധ സൂചകമായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ അടക്കം ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായത് ഒരു വില്ലേജ് ഓഫീസിലെ 1-2 ജീവനക്കാർ മനസ്സിലാക്കുന്ന ഒരു ആവശ്യത്തിന് വന്ന ഓട്ടോ പിടിച്ച് വന്നതാണ്. എവിടുന്നാ വരുന്നത്? മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ കോളേജിന്റെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എവിടുന്നാണ് വരുന്നത്? ഹസ്ബൻഡാണ് കൊണ്ടുവന്നതാണ് അല്ലേ? അപ്പോൾ രഞ്ജിത്ത്, അത്തരത്തിലാണ് സാഹചര്യം. ഈ ഓഫീസിന്റെ പ്രവർത്തനം മുഴുവനായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് കാരണമെന്ന് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ജീവനക്കാരന് കൃത്യമായ ഒരു ധാരണയുമില്ല. പക്ഷേ ഇന്നലെ ഇവിടെ എത്തിയ ആളുകൾ പറയുന്നത് ഇവിടെ ഇന്നലെ വില്ലേജ് ഓഫീസറോട് ആരൊക്കെയോ കയർത്ത് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് ഇങ്ങനെയൊരു ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിലൊരു നിലപാടിലേക്ക് മറ്റ് ജീവനക്കാരെത്തുകയും ആരും തന്നെ തൽസ്ഥാനങ്ങളിൽ എത്താതെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തതെന്നാണ് വ്യക്തമാക്കുന്നത്.
അതായത് ഈ ഒരു വില്ലേജ് ഓഫീസർക്ക് നേരെ ഇന്നലെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമം മറ്റോ ഉണ്ടാകുന്നു. അതിനുശേഷം ജീവനക്കാർ കൂട്ടത്തോടെ നമ്മളവിടെ കാണുന്നത് ഒരു ജീവനക്കാരനെ മാത്രമാണ്, മറ്റൊന്നൊരു കാഷ്വൽ സ്റ്റാഫോ വല്ലോ ആയിരിക്കാം. അവർ ഇന്നലെ ഉച്ചയോടെ പോയതാണ്. അങ്ങനെ ഇത് ഒരു മുൻകൂട്ടി നോട്ടീസ് ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പില്ലാതെ ഒരു സമരമെന്ന് പറയുന്നത്, ആ ഓഫീസിന് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ട്, അവർ ഒരുപാട് ആവശ്യങ്ങൾക്കായി വന്നതാണ്. നമുക്കറിയാം വില്ലേജ് ഓഫീസ് എത്രത്തോളം ജനങ്ങൾക്ക് ഒരു ദിവസം ചില കാര്യങ്ങൾ ചെയ്ത് നടത്തേണ്ട ഓഫീസാണെന്നുള്ളത്. അതൊന്നും സംഭവിക്കാതെ ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് അത് എന്ത് കാരണത്തിലായാലും ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കും. പൊതുപ്രവർത്തകരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവരൊക്കെ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും കരമടയ്ക്കാനായി എത്തിയിരിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ കൂടി നിൽക്കുന്നത്. അവർ മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് അടക്കം ഈ വില്ലേജ് ഓഫീസിലേക്ക് കരമടയ്ക്കാനായി എത്തിയവരാണ്. അവരാണ് ഇന്ന് ഈ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാതെ രാവിലെ ഈ കരമടയ്ക്കാൻ വേണ്ടി എത്തി ഏറെ നേരമായി കാത്തു നിൽക്കുകയും ഇപ്പോൾ ഒരു തരത്തിലും ജീവനക്കാർ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി മടങ്ങാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും BJP കൗൺസിലർമാരുടെ അടക്കം നേതൃത്വത്തിലാണ്, BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തകർ സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യമുള്ളത്. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം? ഇത്തരത്തിലൊരു വിഷയം ഇപ്പോഴാണ് ശ്രദ്ധയപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ലീവെടുത്ത് പോയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അല്ല, എന്ത് ആക്രമണം ഉണ്ടായി, അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി എന്നാണ് പറയുന്നത്? അതായത് നമുക്ക് അറിയാൻ സാധിച്ചത് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത ബാഹ്യമായിട്ടുള്ള ആൾക്കാരുടെ ശല്യം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ പ്രാഥമികമായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പം അടിയന്തരമായിട്ട് വില്ലേജ് ഓഫീസ് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലും ഈ പ്രദേശം പ്രതിദാനം ചെയ്യുന്ന കൗൺസിലർ എന്നുള്ള നേതൃത്വത്തിലും ഞാനിവിടെ ഉപവാസ സമരവും ധർണയും ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് സജീവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു? നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലായിരുന്നു. സാധാരണഗതിയിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് വലിയൊരു വില്ലേജ് ഓഫീസാണ്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവുണ്ടായിരുന്നു. പക്ഷെ അത് അടുത്ത കാലത്തായിട്ട് പരിഹരിച്ച് വരുന്ന സമയത്ത് പോലും ഇവിടെ കാര്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പബ്ലിക്കിന് കിട്ടുന്നില്ല. കാരണം ഇപ്പം നമുക്കറിയാം നഗരസഭയിൽ നിന്ന് തന്നെ വിവിധ ഗുണഭോക്താക്കൾക്ക് അവിടെ ഹാജരാക്കേണ്ട രേഖകൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പെൻഷന്, വിധവാ പെൻഷന് റീമാരേജ് സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പം അത്തരത്തിലുള്ള മൊത്തത്തിലൊരു കാലതാമസമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് തുടർന്ന് ഇന്ന് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഈ വിഷയം പരിഹരിച്ച് ഇവിടെ സ്റ്റാഫുകൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട താലൂക്ക് തലത്തിൽ തഹസിൽദാർ തലത്തിൽ ആരെങ്കിലും എത്തിയില്ലെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ പ്രതിഷേധവും ധർണയായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവർ നിലപാട് വ്യക്തമാക്കുന്നത്. ആ വലിയ തരത്തിൽ ഉള്ള പ്രതിഷേധം ഇപ്പോൾ ഈ തടസ്സപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വൈകാതെ തന്നെ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം തഹസിൽദാരുടെ അടക്കം നേതൃത്വത്തിൽ ഉണ്ടായില്ലെങ്കിൽ ആ പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലുള്ള കടുത്ത നിലപാടുകളിലേക്ക് മാറുമെന്നാണ് വാർഡ് കൗൺസിലർ കൂടിയായ BJPയുടെ പ്രതിനിധി അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പുതിയ വിവരം ഇപ്പോൾ വരുന്നത്, ഡാന് കടകംപള്ളി ഓഫീസിലെ കൂട്ടവധിയുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവധിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ADM-ന് ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്രതീക്ഷിതമായ ഈ കൂട്ട അവധിയെടുപ്പ് ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ മുഴുവൻ ബാധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. റവന്യൂ മന്ത്രി ഇടപെടുന്നു. അവധിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ADM-ന് നിർദ്ദേശം നൽകുന്നു ഡാൻ. അത്തരമൊരു വിവരം കൂടി ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വിവാദം ഉണ്ടായതിന് പിന്നാലെ അത് വാർത്തയായ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം റവന്യൂ മന്ത്രി K. രാജന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ നടപടി അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ. കാരണം നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആവശ്യങ്ങളുമായി, അത്യാവശ്യങ്ങളുമായി എത്തുന്ന ഒരു ഓഫീസിൽ ഒരു തരത്തിലും ജീവനക്കാരുടെ സാന്നിധ്യം ഇല്ലാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അവിടെയാണ് അടിയന്തരമായ ഒരു ഇടപെടലിന് റവന്യൂ വകുപ്പ് തയ്യാറായിരിക്കുന്നത് ഇപ്പോഴെന്ന് വേണം പറയാൻ. പുറത്ത് നമ്മൾ എത്തുന്ന സമയത്തൊക്കെ നിരവധി ആളുകൾ കരമടയ്ക്കുന്നതിനും മറ്റുമായി ഓട്ടോ പിടിച്ച് ഇവിടേക്ക് എത്തി കാത്തു നിൽക്കുന്ന ആളുകളെ പ്രായമായവർ ഉൾപ്പെടെ കാണാൻ കഴിയുമായിരുന്നു.
അവർക്കടക്കം അവരുടെ ആ സേവനം നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ നടപടി എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് ജീവനക്കാരെ അടിയന്തരമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ അനുനയിപ്പിച്ച് എത്തിക്കാനോ റവന്യൂ മന്ത്രിയുടെയോ ഓഫീസിന്റെയോ ഭാഗത്ത് നിന്ന് ഇനി ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. തീർച്ചയായും അതാണ് അവധിയെടുത്തവർക്കെതിരെ കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ട അവധിയെടുത്തവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ADM-ന് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകുന്നു. ജനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ആ തരത്തിൽ വിവിധ ആവശ്യങ്ങളുമായി കരമടയ്ക്കൽ അടക്കമുള്ള ആവശ്യങ്ങളുമായി എത്തിയവരാണ്. അവരോട് ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വിശദീകരണം നൽകാൻ ആർക്കും സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. പലരും നിന്ന് മുഷിയുന്നുണ്ട്. പൊതുപ്രവർത്തകരടക്കം സാന്നിധ്യമുണ്ട്. ഒരു ജീവനക്കാരൻ മാത്രമാണ് ഈ കടകംപള്ളി വില്ലേജ് ഓഫീസിലുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ വില്ലേജ് ഓഫീസറോട് നടത്തിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അവധി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ ഒരു ജീവനക്കാരനെ മാത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഒരുപക്ഷെ അവിടെ ചില ജോലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ജനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കരമടയ്ക്കലടക്കം ആവശ്യങ്ങളുമായി ആണ് അവരെത്തിയിരിക്കുന്നത്. ഈ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ അനുനയിപ്പിച്ചെത്തിക്കുക അല്ലെങ്കിൽ ഇവരുടെ ആരെങ്കിലും പ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തുക, അതോ പൂർണ്ണമായും ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണോ ഈ ജീവനക്കാരുടെ തീരുമാനം? അവർ ലീവ് എടുത്തിരിക്കുകയാണ് എന്ന് ഇന്നലെ വൈകിട്ട് വിളിച്ചറിയിച്ച പശ്ചാത്തലത്തിലാണ് തന്നോട് ഇവിടേക്ക് എത്താൻ പറഞ്ഞതെന്നാണ് ചെറുവക്കലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ നമ്മളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അദ്ദേഹം സർവീസിലിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നതിന് പരിമിതി കാണും. പക്ഷേ ഇവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് അവരിവിടെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. അവർ വ്യക്തമാക്കിയത് ഇന്നലെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതേ തുടർന്നാണ് ജോലിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കുന്നത് എന്ന വിവരമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് മുഴുവൻ ജീവനക്കാരും ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് മാറി നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുമൂലം ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ട സേവനം പൂർണ്ണമായി തടസ്സപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. പേരിനൊരു ഉദ്യോഗസ്ഥൻ മാത്രം ഈ വില്ലേജ് ഓഫീസിൽ ഉണ്ട്, കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ഉണ്ട് എന്നത് ഒഴിച്ചുവെച്ചാൽ മറ്റ് നടപടികളെല്ലാം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലമാണ് നിലവിൽ. നമുക്ക് അവിടുത്തെ കുറെ ആളുകൾ അവിടെ എത്തിയ കുറെ ആളുകൾ നേരത്തെ ന്യൂസ് 8 പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ചിരുന്നു. കാരണം ഇത്രയധികം വലിയ കൂട്ടാവധി ഉണ്ടാകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അവർ അങ്ങോട്ടേക്ക് എത്തി അവരുടെ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയത്. പക്ഷേ അവർ അവിടെ കാര്യങ്ങൾ സാധിക്കാനായില്ല. അവരുടെ വാക്കുകളിലേക്ക് ഇന്നലെ രാത്രിയാണ്. ആരാണ് നിർദ്ദേശം നൽകിയത്? ഡെപ്യൂട്ടി തഹസിൽദാറാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നു ഇവിടെ എന്താണ് സാഹചര്യം? ലീവാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും പ്രതിഷേധം ഇവിടെ ഉള്ളതായിട്ട് അറിയാമോ? ഒന്നും അറിയാൻ വയ്യ. ഇവിടുത്തെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് സ്റ്റാഫുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രവർത്തനം തടസ്സപ്പെട്ടതുപോലെ ആയിരിക്കും. ഡാൻ കുര്യൻ തുടരുന്നു. ഡാൻ, അവിടെ വീണ്ടും ഒരുപാട് ആളുകളെ കാണാം. ഡാനിന് ചുറ്റും നാട്ടുകാരെ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ സാധിക്കാനായി എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? രഞ്ജിത്ത്, ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി എടുത്തുകൊണ്ട് BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ വാർഡിന്റെ പ്രതിനിധി കൂടിയായ BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ അവർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ അടിയന്തരമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്? തികച്ചും നമുക്ക് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നാട്ടുകാരുടെ ആശങ്ക, നാട്ടുകാരുടെ ആവശ്യം നടപ്പിലാക്കുക. സസ്പെൻഷൻ അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളാണ്, ബാക്കിയുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പം ആവശ്യം ജനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുക. അതാണ് നമ്മുടെ ഏക ലക്ഷ്യം. അപ്പം അത് വൈകുന്ന, അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയല്ല, അതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തനം വില്ലേജ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കണം. പബ്ലിക്കിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട പല രേഖകളും പല ഓഫീസുകളിലും സമയബന്ധിതമായിട്ട് ഹാജരാക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് കാര്യം ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നിലവിലെ സാഹചര്യത്തിൽ അവധി എടുത്തിരിക്കുന്നവർ തിരികെ വരാനുള്ള സാധ്യത ഒട്ടുമില്ല. എന്താ അവധി എടുത്തിരിക്കുന്നവർ തിരികെ വരാനുള്ള സാധ്യതയില്ല, കാരണം അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ സാധ്യമല്ല. ഞങ്ങൾ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് സജീവമായിട്ട് ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കണം. മണിക്കൂറുകൾക്കകം ആവശ്യത്തിലുള്ള ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം നടത്തണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ, കൗൺസിലറുടെ നേതൃത്വത്തിൽ കടക്കുകയാണ്. ഈ ഓഫീസിന്റെ പ്രവർത്തനം
സുഗമമായി സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയാണ് അവർ ഈ പ്രതിഷേധം കടുപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് ജീവനക്കാർ റവന്യൂ വകുപ്പിന്റെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ഇവിടേക്ക് വരുന്ന പശ്ചാത്തലം ഉണ്ടാക്കുമോ അതോ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളുമായി മാത്രമായിരിക്കുമോ ഈ വകുപ്പ് തലത്തിൽ മുമ്പോട്ട് പോവുക? ഈ കാര്യത്തിലൊക്കെ ഇനി വ്യക്തത കൈവരേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഏതായാലും റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കടകംപള്ളി വില്ലേജ് ഓഫീസിലെ കൂട്ട അവധിയിൽ നടപടിയെടുക്കാൻ ADM നിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ച് പക്ഷേ വകുപ്പ് തല നടപടി ഇവർക്കെതിരെ വന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ പോലും ആ വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇന്ന് ഹാജരായിട്ടില്ല. ചെറുവക്കൽ വില്ലേജ് ഓഫീസിൽ നിന്ന് എത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇത്ര അധികം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനുമുള്ള അത് എളുപ്പമായിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ജനത്തിനെ വലച്ചുകൊണ്ട് കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്ത് മാറി നിൽക്കുകയാണ്. ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ തത്സമയം നൽകിയത്.